ഞാനത് ചോദിക്കാൻ വരുമായിരുന്നു. അപ്പോൾ നമ്മുടെ ഇൻഡസ്ട്രിയിൽ നിൽക്കുന്ന ആളുകളുടെ അടുത്ത് നിന്ന് ക്ലാസ് കിട്ടുന്ന സമയത്ത് ഒരുപാട് ലൈവ് പ്രൊജക്റ്റ് എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പം അതെങ്ങനെ ബെനിഫിറ്റ് ആവും എന്നുള്ള കാര്യം, അല്ലെങ്കിൽ നമ്മുടെ കോഴ്സ് എങ്ങനെയാണ്? നമ്മളുടെ കോഴ്സ് ഇതിൻ്റെ മോൾഡ് ചെയ്തിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരാൾ 3 കാര്യങ്ങളിലാണ്: ലെവൽ 1, ലെവൽ 2, ലെവൽ 3. ലെവൽ 1 എന്നാണ് പഠിച്ചെടുക്കും. ഇപ്പോൾ എഞ്ചിനീയറിംഗ് പഠിക്കുന്ന ആൾക്കാരാണെങ്കിൽ കോഴ്സ് പഠിച്ചിട്ടുണ്ടാവും. ലെവൽ 2 എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചത് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒക്കെ നമ്മൾ ഔട്ട്പുട്ട് കൊടുക്കാറുണ്ട്. ലെവൽ 3 എന്ന് പറയുന്നത് നമ്മൾ പഠിച്ച് ഔട്ട്പുട്ട് കൊടുത്ത് നമ്മൾ ലേൺ ചെയ്തത് ബാക്കിയുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്നു. ഇപ്പോൾ ലെവൽ 1 എല്ലാവരും കഴിഞ്ഞിട്ടുണ്ടാവും. ഓയിൽ ആൻഡ് ഗ്യാസിൽ ഈ ലെവൽ 2 എന്ന് പറഞ്ഞ സാധനം അധികം ആൾക്കാർക്കും കിട്ടില്ല. കാരണം വെച്ചാൽ ഓയിൽ ആൻഡ് ഗ്യാസ് റിഗ് ഇതൊക്കെ പോകാം, അല്ലെങ്കിൽ അതിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ വന്ന് പറഞ്ഞു തരാം. ഓക്കെ, നമ്മൾ പറഞ്ഞു കൊടുക്കുക വെച്ചാൽ ഈ ലെവൽ 2ലേക്കാണ് നിങ്ങൾ ഡെവലപ്പ് ചെയ്യുക. ഓയിൽ ആൻഡ് ഗ്യാസിൽ ചില കാര്യങ്ങൾ നമുക്ക് ഓൺലൈനിൽ ചെയ്യാൻ പറ്റുന്ന കാര്യമുണ്ട്, അല്ലെങ്കിൽ ചില ടെർമിനോളജീസ്, ചില എക്യുപ്മെൻറ്റ്സ് നമ്മൾ കാണിച്ചെന്ന് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാൻ പറ്റും. അപ്പോൾ നിങ്ങൾ അവിടെ പോകുമ്പോൾ നിങ്ങൾക്കൊരു ന്യൂ ആയിട്ട് ഫീൽ ചെയ്യും. ഓക്കെ, സോ ഈ ഒരു ലെവൽ 2ലേക്ക് നിങ്ങളുടെ ഓട്ടോമാറ്റിക്കലി ഡെവലപ്പ് ആവും. നമ്മുടെ കോഴ്സ് ചെയ്യുമ്പോൾ ലൈവായിട്ടുള്ള പ്രൊജക്റ്റുകൾ വരും, വർക്ക്ഷോപ്പ് ബേസ്ഡാണ് ക്ലാസ് വരിക. നിങ്ങൾ ചെയ്യണം കുറേ കാര്യങ്ങൾ. ഓക്കെ, ഇത് വെച്ചാൽ ഓയിൽ ആൻഡ് ഗ്യാസിൽ ചെയ്യുന്ന കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾ പ്രാക്ടിക്കൽ നോളജ്, ഓയിൽ ആൻഡ് ഗ്യാസിൻ്റെ പ്രാക്ടിക്കൽ നോളജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ CV-യിൽ ആഡ് ചെയ്യുമ്പോൾ തന്നെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, കാരണം എന്താ വെച്ചാൽ ഓയിൽ ആൻഡ് ഗ്യാസിൽ കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഒരു സാധനം ചെയ്തത്. ബാക്കിയുള്ള ഫീൽഡിൽ ഇപ്പോൾ നിങ്ങൾക്ക് പ്രാക്ടിക്കൽ നോളജ് പറഞ്ഞു വെച്ചാൽ ഇപ്പോൾ ഒരു സിവിലാണെങ്കിൽ നാട്ടിലൊരു കോൺട്രാക്റ്റിൽ പോയി പോയാൽ മതി. നിങ്ങൾക്ക് അതുപോലെ ഓയിൽ ആൻഡ് ഗ്യാസിൽ പോയിട്ട് എടുക്കാൻ പറ്റില്ല. അതൊരു വിഷയമാണ്. അപ്പോൾ എക്സ്പീരിയൻസ്, യെസ്, അത് നിങ്ങൾക്ക് ഡെവലപ്പ്. നിങ്ങൾ ഓയിൽ ആൻഡ് ഗ്യാസിൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ട്, അല്ലെങ്കിൽ ഓയിൽ ആൻഡ് ഗ്യാസിൽ ഉള്ള നോളജുള്ള മിനിമം ഒരു 1.5 years എക്സ്പീരിയൻസ് ഉള്ള ഒരാളായിട്ടായിരിക്കും നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മുടെ കോഴ്സ് കഴിയുമ്പോൾ വരാം. അപ്പോൾ നിങ്ങൾക്കൊരു ഇൻ്റർവ്യൂ ക്രാക്ക് ചെയ്യാനാണെങ്കിലും ടെക്നിക്കലായിട്ടുള്ള ടെർമിനോളജീസ്, ടെക്നിക്കലായിട്ടുള്ള വർക്കുകൾ, അല്ലെങ്കിൽ ടെക്നിക്കലായിട്ടുള്ള ഡിസ്കഷൻസ് എന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഈസി ആയിരിക്കും ചെയ്യാൻ വേണ്ടിയിട്ട്. സോ നിങ്ങൾ കമ്പനിയിലാണെങ്കിലും ജോബ് കിട്ടും. ജോബ് കിട്ടിയ ഗ്രോത്ത് എന്ന് ചിന്തിക്കുമ്പോൾ പെട്ടെന്നുള്ളൊരു ഗ്രോത്ത് നിങ്ങൾക്ക് കിട്ടും.